നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ അവാർഡ് 2024 MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വെല്ലുവിളി നേരിടുന്ന കുട്ടികളിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി നാട്ടികയിൽ MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ നോബി അബൂക്കൻ മുഖ്യ കാർമ്മികനായിരുന്നു. മാർത്താക്കര മേരി ഇമാക്കുലേറ്റ് ദേവാലയ വികാരി ഫാദർ ജോബ് വടക്കൻ ആഘോഷകരമായ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ നെൽസൺ ജോബ് തിരുനാൾ സന്ദേശം നൽകി. കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. ഈ വർഷം 6000 പേർക്കാണ് ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ഭക്ഷണം ഒരുക്കിയിരുന്നത്. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയ വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ, ട്രസ്റ്റിമാരായ ലിയോ ജോസ് അക്കര, ഫെന്നി ഫ്രാൻസിസ് മുത്തുപിടിക, ഡിൻസൺ വിൻസെന്റ് ചിറക്കേക്കാരൻ, തിരുനാൾ കൺവീനർ സിജോ കുരിശങ്കൽ എന്നിവർ നേതൃത്വം നൽകി. പാറളം ഗ്രാമപഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരണീയം പരിപാടി നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, ലിജു PK, സിബി സുരേഷ്, അനിത പ്രസന്നൻ, സുനിൽ KB, സുബിത സുഭാഷ്, സ്മിനു മുകേഷ് എന്നിവർ സംസാരിച്ചു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വെല്ലുവിളി നേരിടുന്ന കുട്ടികളിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പരിപാടി ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ശ്രേഷ്ഠം എന്ന പരിപാടിയിൽ ബാലസാഹിത്യകാരൻ CR ദാസ് മുഖ്യാതിഥിയായിരുന്നു. തിരക്കഥാകൃത്ത് ഹരി P നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, സെക്രട്ടറി പന്തളം N സജിത് കുമാർ, ഷാനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. അഡാപ്റ്റ് നടത്തിയ കമ്പ്യൂട്ടർ പരിശീലന വിജയികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന 2023-24 പദ്ധതിയുടെ ഭാഗമായി നാട്ടിക മത്സ്യഭവൻ പരിധിയിൽ നിർമ്മിച്ച തത്സമയ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. 20 ലക്ഷം അടങ്കൽ തുകയായി വരുന്ന പദ്ധതിക്ക് 40% സബ്സിഡിയായി ലഭിക്കുന്നത്. നിലവിൽ മത്സ്യ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന്റെ ഗുണമേന്മ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വിപണിയിൽ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി മത്സ്യ കർഷകരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വിപണിയുടെ അപര്യാപ്തത ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കുന്നു. ചടങ്ങിൽ തൃശൂർ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ലിസി PD പദ്ധതി വിശദീകരണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, CCARE ഗോവ സീനിയർ സയന്റിസ്റ്റ് ശ്രീകാന്ത് GB, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്,
PMMSY ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഗോകുൽ KS എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി. മീൻ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ മീൻകുട്ടികളെ നിക്ഷേപിക്കുകയുണ്ടായി. വളരെ സന്തോഷകരമായ അനുഭവമാണ്. പല സ്ഥലം കായലിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്, അതുപോലെ ചെറിയ ചെറിയ കുളങ്ങളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മത്സ്യവുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഗ്രാമപ്രദേശത്തും കടലോര തീരപ്രദേശത്തൊക്കെ ഒരു പദ്ധതി എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബന്ധപ്പെട്ടിട്ടാണ് ഒരു പരിപാടി. അത് ആദ്യമായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ. മുമ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ലെങ്കിൽ പോലും ഇപ്പം 3 വർഷത്തിന് ശേഷം ആണ് പുതിയ ഒരു രൂപം നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മർമ്മപ്രധാനമായ നല്ല മത്സ്യം, ജീവനുള്ള മത്സ്യം. ഞാൻ ചോദിച്ചു, ഇപ്പം ജീവനുള്ള മത്സ്യം നമ്മുടെ നാട്ടിലത്തെ മത്സ്യമാണ്, ഒരാളും ഇതൊക്കെയാണ് കിട്ടിയത്. പക്ഷേ കടൽ മത്സ്യം ജീവനുണ്ടോ എന്ന് ചോദിക്കേണ്ടായി. കടൽ മത്സ്യം ജീവനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം നല്ല ഫ്രഷായിട്ടുള്ള മത്സ്യത്തെ കിട്ടി നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ വിഷയം. കാരണം നമ്മുടെ ജീവിതമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കുറേ ആൾക്കാർക്ക് ജോലിയും നല്ല മത്സ്യത്തെ കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിച്ച 2 ശാന്തി മഠങ്ങളുടെ സമർപ്പണം പെരുവനം കുട്ടന്മാരാർ നിർവഹിച്ചു. പാലുകാച്ചൽ ചടങ്ങ് ചിറ്റൂർമന സാവിത്രി അന്തർജനം നടത്തി. K. മോഹനൻ, A. ഉണ്ണികൃഷ്ണൻ, വേണു പ്ലക്കൽ, ജയൻ പെരുമ്പിടി, ഗിരീഷ്, K. രാമദാസ്, P. കുമാരി എന്നിവർ പങ്കെടുത്തു. ഗണപതി ഹോമം, മാതൃവേദിയുടെ നേതൃത്വത്തിൽ നാരായണീയം പാരായണം എന്നിവ നടന്നു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാളിനോടനുബന്ധിച്ച് പോൾ നാമധാരികളുടെ സംഗമം നടന്നു. ഫാദർ പോൾ പയ്യപ്പള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി ഇടവകയിലെയും സമീപ ഇടവകളിൽ നിന്നുമായി പോൾ നാമധാരികളായ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവകയിലെ വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവരെയും പോൾ നാമധാരികളെയും ആദരിച്ചു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയ വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ, KT സിജോത്ത്, തോമസ് ചുങ്കത്ത്, ഡിൻസൺ ചിറക്കക്കാരൻ എന്നിവർ സംസാരിച്ചു. തകർന്ന കൊറ്റങ്കോട് റോഡ് മഴ മാറിയാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ ഫണ്ട് അനുവദിക്കുമെന്ന് CC മുകുന്ദൻ MLA പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. കൊറ്റങ്കോട് റോഡ് മെയിന്റനൻസ് പ്രവൃത്തിക്കുള്ള തുക അനുവദിക്കുന്നതായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായി ഇടപെട്ടിരുന്നു. തുക അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. MLA ആസ്തി വികസന ഫണ്ട് റോഡ് അറ്റകുറ്റപ്പണിക്കായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന സാങ്കേതിക പ്രശ്നം നിലനിൽക്കെ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഫണ്ട് ലഭ്യമായില്ലെങ്കിൽ MLAയുടെ ഈ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കളക്ടറുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ തുക അനുവദിക്കുമെന്ന് MLA പറഞ്ഞു. റോഡ് വികസന പൗരസമിതി അംഗങ്ങൾ നിവേദനം കൈമാറി. മാസങ്ങൾക്ക് മുമ്പ് MLA പ്രത്യേക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊറ്റങ്കോട് പാലം കോൺക്രീറ്റ് ചെയ്തിരുന്നു. ചേറ്റുവ GMUP സ്കൂളിൽ കുട്ടികൾ കളിക്കുന്ന പാർക്കിന് സമീപത്തെ മരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു. ഞായറാഴ്ച സ്കൂൾ അവധി ദിനമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ കളിക്കാനായി സ്ഥാപിച്ചിട്ടുള്ള ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള കളിയുപകരണങ്ങളുടെ മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഊഞ്ഞാൽ ഒടിഞ്ഞു. അതേസമയം കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന പ്രധാന വഴിയിൽ വർഷങ്ങളായി വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ്. മഴ കനക്കുന്നതോടെ ചെറിയ കുട്ടികൾക്കേറെ ഭീഷണിയാണ്. എല്ലാ വർഷക്കാലത്തും ചേറ്റുവ സ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ട് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു എന്നും ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. കയ്പമംഗലത്ത് വള്ളം മറിഞ്ഞ് 3 പേർക്ക് പരിക്കുപറ്റി. കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെയാണ് വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കുപറ്റിയത്. ഞായറാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം. കൂരിക്കുഴി സ്വദേശി തൈക്കാട് സുരേഷിന്റെ ഭാഗ്യമാല എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മീൻപിടുത്തത്തിനായി കരയിൽ നിന്നും കടലിലേക്ക് ഇറക്കവേ ശക്തമായ തിരമാലയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു. ഉടമ സുരേഷ്, വിപിൻ, രാജേഷ് എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 3 പേരും സാഹസികമായി നീന്തി കയറി രക്ഷപ്പെടുകയായിരുന്നു. മറിഞ്ഞ വള്ളവും കരക്കടുപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഞ്ചിനും വള്ളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മതിലകത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട മീൻ ലോറി മതിലിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം. മീൻ ഇറക്കിയ ശേഷം തിരുവനന്തപുരം വർക്കലയിലേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ മതിലകം ശാഖയുടെ മതിലാണ് ഇടിച്ച് തകർത്തത്.
കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിന് നേരെ ആക്രമണം. SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത അക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തല്ലി തകർത്തു. ശാഖാ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു. സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ വരുമ്പോൾ ചില്ല് പൊട്ടി കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിള്ളേർ ഫുട്ബോൾ കളിക്കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പൊട്ടി കളിക്കും എന്ന് വെച്ച് വന്ന് നോക്കുമ്പോൾ അവിടെ ചെപ്പിരിക്കുന്നു. അത് മാറ്റി വെച്ച് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. മാറ്റി വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് ഇവിടെ ചില്ലും ഈ ഫോട്ടോക്ക് വീണ് കിടക്കണം. അപ്പോഴാണ് അത് ശ്രദ്ധിക്കാൻ പോയത്. അപ്പം അതിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടത്. അപ്പോഴാണ് സംശയം വന്നത് പിള്ളേരായിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നുള്ള സംശയം വന്നത്. പിന്നെ ഈ റൂം തുറന്ന് അകത്ത് കിടന്നപ്പോഴാണ് ഈ ചില്ലുകളൊക്കെ ചിരിച്ചെന്ന് കിടക്കുന്നത്. ഫോണും അവിടെ താഴെ കിടക്കുന്നുണ്ട്, ഒരു ഫ്ലവർ പോട്ടിലും താഴെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയങ്ങൾ തോന്നിയത്. ഇവിടെ വെച്ചിരുന്നാണ് ഈ ഫോട്ടോയും ഇതും ഈ മോളിൽ വെച്ചിരുന്നാണ്. അപ്പോൾ അത് ഒന്നിച്ച് അങ്ങനെ തകർന്ന് കിടക്കണ്ടായിരുന്നു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്തമായ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിനോയ് മഞ്ഞളി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോബി പുറത്തൂർ സഹകാർമ്മികനായിരുന്നു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് ജൂലൈ 2 വൈകിട്ട് 6 മണിക്ക് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. ജൂലൈ 3 ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖറോന തിരുനാൾ ആഘോഷിക്കും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1ാം വർഷ BBA, BCA, BCom ബിരുദ കോഴ്സുകൾ ജൂലൈ 1 തീയതി ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കൊല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ് ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ അവാർഡ് 2024 MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വെങ്ങനിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വെല്ലുവിളി നേരിടുന്ന കുട്ടികളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി നാട്ടികയിൽ MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.